ആ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം. അന്നദാനമാണെങ്കിൽ അത്യുത്തമമാണ്. ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം. കഴിയുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ ജപിക്കുക. ശിവപഞ്ചാക്ഷര സ്തോത്രം, വില്യാഷ്ടകം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുന്നതും നല്ലതാണ്. സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുക. ഒപ്പം ശിവഗായത്രി ജപിക്കുക. ക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടുകളെ പറ്റിയാണ് പറയുന്നത്. ശിവരാത്രി ദിവസം സമർപ്പിക്കുന്ന ഏത് വഴിപാടും അതീവ ഫലദായകമാണ്. പക്ഷേ കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തില പറിക്കരുത്. ബുധനാഴ്ചയെ പറിച്ചു വെച്ച് വെള്ളം തളിച്ച് വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കണം. കൂവളത്തില വാടിയാലും ഭഗവാന് സമർപ്പിക്കാം. ഭഗവാനെ കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതീവ വിശിഷ്ടമാണ്. പിന്നെ പിൻവിളക്ക്, ജലധാര, മറ്റ് വഴിപാടുകൾ എന്നിവ യഥാശക്തി നടത്തുന്ന സ്തോത്രങ്ങൾ ചൊല്ലണം. ശിവന് പോലും കർമ്മോത്സകനാകാൻ ത്രിഗുണാത്മികയും പ്രകൃതീശ്വരിയുമായ മഹാമായയുടെ ശക്തി ആവശ്യമാണ്. അതിനാൽ ദേവീ ബീജമായ ഹ്രീം കൂടി ചേർത്ത് ഓം ഹ്രീം നമഃശിവായ എന്ന് തന്നെ ജപിക്കണം. ദേവീ ഭക്തി കൂടുതലുള്ളവർക്ക് ഹ്രീം ഓം ഹ്രീം നമഃശിവായ എന്ന ശക്തി കവച പഞ്ചാക്ഷരയും ജപിക്കാം. വില്ലുപത്രം, എരിക്കിൻ പൂവ് ഇവ കിട്ടുമെങ്കിൽ അത് ശിവന് സമർപ്പിക്കുന്നത് കൂടുതൽ അനുഗ്രഹം നൽകും. ശിവകൃപ, ദാനങ്ങളും സൽക്കർമ്മങ്ങളും ശിവപ്രീതികരമാണ്. ശിവരാത്രി വ്രതത്തോടൊപ്പം സാധുക്കൾക്ക് അന്നം, വസ്ത്രം ഇവ ദാനം ചെയ്താൽ ശിവകൃപയുണ്ടാകും. ശിവപൂജ ആരംഭിക്കുമ്പോൾ ഗണേശൻ, സുബ്രഹ്മണ്യൻ, നന്ദികേശൻ, മഹാകാളൻ, ഗംഗ, യമുന, സരസ്വതി, ശ്രീ ഭഗവതി, ഗുരു, വാസ്തുപുരുഷൻ, ശക്തി എന്നിവരെ സ്മരിച്ച ശേഷം വേണം ശിവനെ പൂജിക്കാൻ. കുറഞ്ഞ പക്ഷം ഗണപതിയെയും നന്ദീശ്വരനെയും സ്മരിക്കാത്ത ശിവപൂജ, അതും ശക്തിയെ മറന്നുള്ള ശിവപൂജ പ്രയോജനരഹിതമാണ്. ശങ്കരാഷ്ടകം, ലിംഗാഷ്ടകം, ശിവസഹസ്രനാമം ഇവ ജപിക്കുന്നത് നല്ലതാണ്.